പുതിയ നൈറ്റിയാണോ നാത്തൂന്? പുതിയതാണോ? നല്ലതാണോ? നല്ല കളറ്. ക്ലീറ്റ മേടിച്ചെന്നാ. ആ നിങ്ങൾക്കൊക്കെ മേടിക്കാമല്ലോ. ആ അങ്ങനെ നല്ല ഭർത്താക്കന്മാരൊക്കെ ഉണ്ടായ. ആര് പറഞ്ഞു? ഞാൻ വിളിക്കാം. എന്ത് ചെയ്യുന്നു പറയാ? മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടി ഓരോരുത്തർ ഇറങ്ങി തിരിച്ചിരിക്കുക. എന്താ ഏട്ടാ ക്ലീറ്റോ ചേട്ടൻ വല്ല ഒപ്പിച്ചാ? ലേറ്റ് ഒന്നും അല്ല, പിന്നെ അമ്മാവൻ. അമ്മാവന് ആ എന്താ കാര്യം? എന്താ ഈ അമ്മാവൻ എത്ര വയസ്സായി? അതിന് ഏട്ടന്റെ അമ്മാവന്റെ പ്രായം എനിക്കാണ് അറിയാവുന്നത്. എന്താ രാവിലെ കരി വാരി തെച്ച് വെളിയിലിട്ട് ഇറങ്ങും മനുഷ്യന്റെ മുഖത്ത് കരി വാരി തേക്കാനായിട്ട്. ഇവനെന്തീ പറയണേ? എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ഇവിടെ ഇരിക്കുവല്ലായിരുന്ന. ഡർക്ക് എന്താന്ന് വെച്ചാ പറടർക്കാ. എവിടെ പോയി അമ്മാവൻ? അമ്പലത്തിൽ പോയി രാവിലെ. പിന്നെന്താ ജോത്സിനെ കാണണമെന്ന് പറയണ്ടായിരുന്നു. എന്തിനാ ജോത്സ്യനെ കാണാൻ പോയത്? ആ ഞാൻ ചോദിച്ചില്ല. രജിസ്റ്റർ മാരേജ് ആണല്ലോ, സമയം കുറിക്കാൻ പോയിക്കാ. ആർക്ക്? ആരാണ് കല്യാണം കഴിച്ചോളാൻ വേഗം ഓടി നടക്കുന്നത്? എടി കെട്ടിക്കാൻ പ്രായമായ രണ്ട് പെമ്മക്കളുള്ള ഒരു തള്ള കെട്ടാൻ പോവാ. നമ്മളെ അമ്മാവൻ. കെട്ടിക്കാൻ പ്രായമുള്ള മക്കളുള്ള സ്ത്രീനെയാ? അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ. ഞാനും അറിഞ്ഞില്ല, പക്ഷെ ക്ലീറ്റ് പറഞ്ഞാ തോന്നുന്നു. ക്ലീറ്റ് പറഞ്ഞെങ്കിൽ എന്നോട് പറയാതിരിക്കോ? ക്ലീറ്റ് പറഞ്ഞിട്ടൊന്നുമില്ല. പുതുമണവാള കുന്തറഞ്ഞാലും ചേർന്നിരുന്നാൽ തിരുവോണം. എന്താടാ നോൻ കടന്നിൽ കുത്തിയ പോലെ ഇരിക്കുന്നത്? സന്തോഷത്തിലാണല്ലോ. പിന്നെ എന്താ സന്തോഷിക്കണ്ടേ അല്ലേ? കല്യാണം ഉറപ്പിച്ചാ? കല്യാണം ഉറപ്പിച്ചോ? ആരുടെ? അമ്മാവന്റെ കല്യാണം ഉറപ്പിച്ചാണ്. അങ്ങനെ ഉറപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ല, അതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അറിഞ്ഞൂല്ലേ? വയസ്സെത്രയായി? ഇനിയെങ്കിലും ഈ കല്യാണരാമങ്ങൾ നിർത്തിക്കൂടെ? ആളുകൾ ഓരോന്ന് വിളിച്ചു നോക്കുമ്പോൾ നാണം കെട്ടു പോകുമ്പോൾ. എന്താ ഈ ചക്കൻ പറയുന്നത്? അതിന് നീ എന്തിനാണ് നാണം കെട്ടുന്നത്? ഞാനിത് നാണം കെടുന്നത്. ഓഫീസർ ബാബു സാറിന്റെ വീടിന്റെ അടുത്താണ് പെണ്ണ് കാണാൻ പോയിരിക്കുന്നത്. ആ സ്ത്രീക്ക് എത്ര വയസ്സായി? എന്തായാലും എന്റെ വയസ്സൊന്നായിട്ടില്ല. ഇല്ല. കെട്ടിക്കാൻ പ്രായം രണ്ട് പെമ്മക്കളുടെ അവർക്ക്. ആര് പറഞ്ഞേ? ഒരു കുട്ടിക്ക് 17 വയസ്സും ഒരു കുട്ടിക്ക് 15 വയസ്സും. ചെറുപ്പല്ലേ കുട്ടികള്. ബോധ്യമായല്ലോ കാര്യം, മനസ്സിലായല്ലോ. ഇത് കേട്ടോ? എനിക്കൊന്നും കേൾക്കണ്ട. വരട്ടെ ഞാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. അതിന് എന്റെ സമ്മതം എനിക്ക് എന്തിനാ? ഞാൻ വിളിക്കുന്നല്ല കൊണ്ടുണ്ട്. പറയുന്നത് കേട്ടോ, ഇപ്പൊ എന്റെ സമ്മതമാണ്. അമ്മാവന്റെ പുതിയ തലവേദന കേട്ടല്ലോ. എനിക്ക് അമ്മാവൻ്റെ അമ്മയുടെ കാര്യം എന്ന് പറയുന്നത്, അതെ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ എനിക്കൊരു 15,000 രൂപ മറിച്ച് തരുമോ? ഒരു 15,000 രൂപ മറിച്ച് തരാൻ പറ്റുമോ? 15,000 രൂപ? ഓ പിന്നെന്താ തരാല്ലോ. തരുമോ? ആ ചിട്ടി പൈസ കിട്ടിയത് ഇരിപ്പുണ്ട്. എന്ത് വെച്ചില്ല? ഓ നമ്മുടെ ഇടയ്ക്കൊരു വികലാംഗനെ ഒരു മറ്റേ കറണ്ടിൽ ഓടുന്ന വീൽ ചെയർ നമ്മൾ കൊടുക്കാൻ വേണ്ടി പിരിവെടുത്തേ. അതെ അപ്പൊ ആ വീൽ ചെയർ കൊടുക്കേണ്ട ദിവസം നാളെയാ. എടി ആ പൈസ അല്ലേ അന്ന് സുരേന്ദ്രൻ മുതലാളി വന്നപ്പോ എടുത്ത് കൊടുക്കേണ്ടി വന്നത്. ഓ ശരിയാ ശരിയാ. അപ്പൊ നാളെ വീൽ ചെയർ കൊടുക്കേണ്ട ദിവസമായേ. സാധനം നാളെ കൊടുത്തില്ലെങ്കിൽ അത് പ്രശ്നമാവേ. നീ എടുത്തുണ്ടോ ആ പൈസ? ഇത്തിരി ടെൻഷനായിരുന്നു എനിക്ക്. ക്ലീറ്റോ, വികലാംഗന്മാരെ പോലെ നിങ്ങൾ വെറുതെ വിടൂല അല്ലേ? നിങ്ങൾ മനുഷ്യൻ തന്നെയാണോ? സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക്. വീൽ ചെയർ കിട്ടിയില്ലെങ്കിൽ ഒരു കസേര ഇട്ടിട്ട് 2 ചക്രം പിടിപ്പിച്ചു കൊടുക്ക്. അതെ, പൈസ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയില്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞാൽ മതി. എന്നെ കൂടുതൽ പൈസ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തരൂല. 15,000 രൂപ എടുക്കാൻ നിങ്ങൾ എന്ത് അധികാരത്തിലാ ചോദിക്കണേ? വേണ്ടടി, നീ തരണ്ടടി. ഓ രാവിലെ അങ്ങോട്ട് ഇറങ്ങി പോകും, ഉച്ചയാകുമ്പോ കേറി വരും. പൈസ എടുക്കുന്നു. എന്റെ ഒരു തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ പൈസ. പൈസക്ക് ഞാൻ വേറെ വഴി കണ്ടെത്തിക്കോളാം. ആ പിന്നെ എന്തിനാ നാണില്ലാതെ എന്നോട് ചോദിക്കണേ? എന്നെ ഭരിക്കാൻ വരല്ലേ തങ്കം? ഇങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം ക്ലീറ്റോ. ഇവിടെ ആൾക്കാരെല്ലാം കൂടെ വന്ന് കൂടും, അപ്പൊ നീ നിനക്ക് മനസ്സിലാവും. ആൾക്കാർ വന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പൈസ ചോദിച്ചിട്ട് ഇങ്ങോട്ട്. എനിക്ക് നിങ്ങളെ എല്ലാവരും മനസ്സിലായി. നിങ്ങളൊക്കെ സ്വാർത്ഥരാ. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം വലുത്. ഞങ്ങളുടെ കാര്യം നല്ല. അമ്മാവ് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, തീരുമാനം എടുക്കുന്നതിന് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങളുടെ ഓക്കെ?
നീ ഒന്നും പറയണ്ട. ഇങ്ങോട്ട് നോക്ക്, സ്വത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അവർ ഈ കല്യാണം നടത്താൻ പോണത്. ആ അമ്മാവന്റെ സ്വത്ത് കണ്ട് മാത്രമാണ് ഈ കല്യാണം പിന്നെ അമ്മാവന്റെ സ്വത്ത് മൊത്തം അടിച്ചു മാറ്റിട്ട് അവരവരുടെ മക്കളെ കെട്ടിക്കും. ആടി അത് ഈ അമ്മാവന് മനസ്സിലാവണ്ടേ? കല്യാണം കഴിച്ച് മക്കളെ കെട്ടിച്ചിട്ട് അവരുടെ ബാധ്യത എല്ലാം ഒഴിഞ്ഞു മാറും. അപ്പൊ പിന്നെ ഇതൊരു ബാധ്യത ആവും. അപ്പൊ ഇന്നെന്ത് ചെയ്യും? കൊണ്ട് വല്ല അനാഥാലയത്തിൽ കൊണ്ടിടും, അല്ല വല്ല വൃദ്ധസ്ഥാനത്ത് കൊണ്ടിടും. നീ എന്താ ഈ സ്വത്ത് പറയണേ? അപ്പൊ നിനക്കും സ്വത്ത് വേണ്ടൂലേ? സ്വത്തും പണമൊന്നും ഇല്ലാണ്ട് അരങ്ങേറിഞ്ഞ് നടക്കുന്ന അമ്മാവനാണ് ഞാനെങ്കിൽ നീയും നോക്കില്ല എന്നല്ല അതിന്റെ അർത്ഥം. എനിക്ക് സ്വത്തൊന്നും വേണ്ടല്ലോ. പിന്നെ വേണ്ടെങ്കിടാ, അങ്ങനെ അവരെന്നെ തളഞ്ഞ് ഞാൻ അനാഥ മന്ദിരത്തിൽ പോയി കടന്നുവെങ്കിൽ അമ്മാവന് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങോട്ട് കൊടുത്ത് നോക്കണം. അതാണ് യോഗക്ക്. 10 വയസ്സ് ഇല്ലാത്തോണ്ട് അമ്മാവൻ എനിക്ക് വേണ്ട, അതല്ലേ? 10 വയസ്സ് എന്തിനീ പൊല്ലാപ്പുണ്ടാക്കി വെക്കുന്നത്? എന്താ ഇപ്പൊ എന്റെ ഒരു തീരുമാനം ഇതാണെങ്കിൽ അതിന് ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം എന്റെ മരുമക്കള്. നമുക്ക് ചേരുന്നൊരു ബന്ധം വരുമ്പോ എനിക്ക് ചേർന്ന ബന്ധാതെന്ന് ഈ രണ്ട് കെട്ടിക്കാൻ ആയിക്കോട്ടെ. എന്ത് കഷ്ടമുള്ള എന്താ ഇവൻ എന്ത് പറ്റിയടാ? ഞാൻ ഇത്ര പ്രായമായാലല്ലേ, എനിക്ക് എന്റേതായ തീരുമാനങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടായില്ലേ? ഇവണ്ടല്ലോ, ഇവ ആട്ടുംതോലറിഞ്ഞ ചെന്നായാണവൻ. ഇവന്റെ ശരീരത്തിൽ ഓടുന്ന കറുത്ത രക്തവൻ. അത് അമ്മാവൻ ഇപ്പോഴേ മനസ്സിലായുള്ളൂ. ഞാനിതൊക്കെ മനസ്സിലാക്കിയിട്ട് വർഷങ്ങളായി. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ ഇഷ്ടത്തോടെ കല്യാണം നടക്കൂല. വേണ്ട. അയ്യോ, അമ്മാവന്റെ ഇഷ്ടങ്ങളുണ്ടല്ലോ, അതങ്ങോട്ട് നടത്തണം. നീ ഞങ്ങളുടെ കുടുംബത്തിൽ അവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിർത്തടാ. നീ എന്താ പറഞ്ഞത്? അവൻ എന്താ ഈ കുടുംബകാര്യത്തിൽ ഇടപെട്ടാൽ? അവൻ ആരാടാ? ഈ വീട്ടിലേക്ക് കയറി വന്ന മരുവൻ. എന്റെ പൊന്നിനൊരു ജീവിതം കൊടുത്താൽ എന്റെ തങ്കത്തിന് എന്നോട് എന്തൊക്കെ അധികാരമുണ്ടോ അത് മുഴുവൻ എന്റെ മരുവനും ഉണ്ട്. അമ്മാവൻ ഇങ്ങോട്ട് വന്ന് ഊണ് കഴിക്കാൻ എന്റെ പട്ടി കഴിക്കും പറഞ്ഞില്ലേ? ഞാൻ ഇങ്ങോട്ട് വരില്ല, പറഞ്ഞു വരില്ല. അതെന്താ അമ്മാവന് പോവാൻ ഇവിടെ സ്ഥലമില്ലേ? നീ എന്താ അങ്ങനെ സംസാരിക്കണേ? അമ്മാവന് എപ്പോ വേണമെങ്കിലും കയറി വരാനായിട്ട് എന്റെ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. അമ്മാവനെ ഞാൻ പൊന്നു പോലെ നോക്കും. ഞാൻ അന്ന് മനസ്സിലാക്കിയില്ലടാ. സാരില്ല അമ്മാവാ, അമ്മാവന്റെ ഏതാഗ്രഹവും ഈ ക്ലീറ്റോമോ സാധിച്ചു തരും. അമ്മാവാ, കണ്ടോ ഈ പറയണ്ടോ? നിന്റെ അപ്പുറത്തേക്ക് ഞാൻ കേട്ടില്ല. അമ്മാവാ അമ്മാവാ. എന്നാലും കനകൻ ഇങ്ങനെ പറയുന്ന ഞാൻ കരുതിയില്ല. അമ്മാവൻ എന്ത് ചെയ്താലും കൂട്ടു നിൽക്കുന്ന കരുതി. അവനും വേണം സ്വത്ത്. എല്ലാരും കണക്കാ, ആർക്കും എന്നെ വേണ്ട. എന്റെ ആഗ്രഹങ്ങൾ എന്താന്ന് അറിയണ്ട, സ്വത്ത് മതി. അതെ, ഞാനൊരു സത്യം പറയട്ടെ. ഈ തങ്കത്തിനെ ഞാൻ വിളിച്ചിറക്കിക്കൊണ്ട് വന്നില്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഈ തങ്കം ഇന്നും ഇങ്ങനെ നിന്ന് മുഖത്ത് നരച്ച് മൂക്കി പല്ല് വന്ന് ഇവിടെ ഇരുന്നേനെ. ഇവൻ കെട്ടിക്കുന്ന അമ്മാവന് തോന്നുന്നുണ്ടോ? അവളുടെ കല്യാണം നടന്നില്ലെങ്കിൽ ആ സ്വത്തൂടെ അവനടിച്ചെടുക്കാമല്ലോ. സത്യം, അവനത് ചെയ്യും. അവിൽദാട്ടല്ലേ മോൻ, അവന്റെ അച്ഛന് ഇതാ സ്വഭാവം. പിന്നെ അവന്റെ അച്ഛനൊരു ഒറ്റൊരുത്തൻ കാരനാണ് ഞാനിങ്ങനെ മൂത്ത് ധരിച്ചേക്കുന്നത്. തന്ത ചെയ്ത തന്നെ ഇവനും ചെയ്യാ പറഞ്ഞ. നിങ്ങൾ എന്ത് ഓതി കൊടുത്തോണ്ടിരിക്കണേ? എന്തോ അമ്മാവനെന്തൊരു കൊച്ചു കുട്ടിയാ? ഉള്ള കുട്ടിയൊന്നും അല്ലല്ലോ അമ്മാവൻ അറിയാൻ ചിന്തിക്കാനായിട്ട്. ദേ സ്വപ്നം ഒന്നും കാണണ്ട, ആ സംഗതി നടക്കൂല. നീ പോരെയായിരുന്നു. പിന്നെ ഞങ്ങളുടെ അമ്മാവനല്ലേ? ഞങ്ങളുടെ അമ്മാവനാണ് ചിന്ത എത്ര കാലം ഉണ്ടായിരുന്നല്ലോ. ഇത്രയും കാലം ഉള്ളോണ്ട് തന്നെ പറയണത്. അല്ലേ ആ മനുഷ്യനെ ഒരു നല്ലത് പറഞ്ഞ നിനക്ക് എന്താടി കുഴപ്പം? എന്ത് നന്മ നിങ്ങൾ ഒപ്പിച്ചു കൊടുക്കണം? അയ്യോ, ഞാൻ നിങ്ങൾ എത്ര കാലം ഒന്നും പറഞ്ഞ അമ്മാവനെ നോക്കും. ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ ഇപ്പോഴേ ഇപ്പോഴേ അമ്മാവൻ അവിടെ ഈ മനുഷ്യന്റെ വർത്താനം കേട്ട് അമ്മാവൻ മഞ്ഞു കൊള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കൊള്ളലേ ഉണ്ടാവും. നീ പറ്റ പണിയൊക്കെ പണി കരയാനേക്കാളൊക്കെ നല്ലത് അവനാ. അവന് മനുഷ്യത്വം സ്നേഹമുള്ളവനവൻ. എന്റെ പാലയിലെ എന്റെ ഒരു അമ്മാവനുണ്ട്. അമ്മാവന് 2 ഞാൻ കെട്ടിച്ചത്. അതെ, ഭാഗ്യം ചെയ്യണം അങ്ങനത്തെ മരുമക്കൾ കിട്ടാൻ. ഇവക്ക് വല്ല അറിയാം. മതി, നിർത്തിക്കാട്ടെ ക്ലീറ്റ. അമ്മാവാ, ഇതൊന്നും അമ്മാവൻ ചെവി കൊള്ളണ്ട. അമ്മാവൻ ധൈര്യമായിട്ട് ഉദ്ദേശിച്ച കാര്യത്തിന് മുന്നിട്ടിറങ്ങുക. എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരും. എന്റെ പാർട്ടിയിലെ പിള്ളേരും ഉണ്ടാവും. അത് മതി. എന്നാലേ നമുക്ക് പോയിട്ട് സംസാരിച്ചിട്ട് ഒരാഴ്ചയുടെ തന്നെ രജിസ്റ്റർ നടത്തണം. അവന്റെ മുമ്പിൽ എനിക്കിങ്ങനെ ആണായിട്ട് ഞെളിഞ്ഞ് കിടക്കണം. നീയൊന്നും മിണ്ടാതിരിക്കണേ അവിടെ. അമ്മാവൻ അവന്റെ മുമ്പിൽ നെളിഞ്ഞു നിൽക്കണം എന്നുള്ളത് എന്റെയും കൂടെ ഒരു വാശിയാണ്. വലിയ ആർഭാടായിട്ടൊന്നും വേണ്ട. ചുരുങ്ങിയ തോതില് നിന്റെ പാർട്ടിയിൽ നിന്ന് 2 ആളെ വിളിച്ചോ ജാമ്യപ്പെടാൻ. പാർട്ടിക്കാർ ഫുൾ അവിടെ ഉണ്ടാവും. മതി, അത് മതി എനിക്ക്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മള് പിന്നെ രജിസ്ട്രേഷനും ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ചായയും ബിസ്ക്കറ്റും സൽക്കാരം മതി. അതിപ്പോ ചെറുതാക്കണമെന്നൊന്നുമില്ല. എന്റെ കൂടെ സഹായത്തിന് ആരൊക്കെ നിൽക്കണോ അവർക്ക് എന്ത് ബാക്കി വേണം ഞാൻ കൊടുക്കും.
അതൊക്കെ അമ്മാവൻ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. പക്ഷെ അതല്ല, നമ്മളിപ്പോൾ ദൂർത്ത് അത് ഒഴിവാക്കാൻ എന്ന നിലയിൽ നമുക്ക് ചെറിയൊരു ചായയും ബിസ്ക്കറ്റും സൽക്കാരം. എൻ്റെ മരുവൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും. പിന്നെ അമ്മാവ, ഞാൻ ആലോചിച്ചിട്ട് എന്തായാലും നമ്മൾ ഇങ്ങനെ ഒരു കല്യാണത്തിൻ്റെ ദൂർത്ത് ഒഴിവാക്കണമുണ്ട്. അപ്പോൾ നമ്മൾ ആ പൈസ എടുത്ത് ഏതെങ്കിലും ഒരു പാവത്തിന് എന്തെങ്കിലും ഒരു നന്മ നമുക്ക് ചെയ്യാം. അങ്ങനെ പറഞ്ഞ ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വികലാംഗന് ഒരു വീൽ ചെയർ കൊടുക്കാം. നടക്കാൻ ശേഷിയില്ലാത്ത ഒരാൾക്ക് വീൽ ചെയർ. അതെ അതെ, അതിന്റെ പുണ്യം കിട്ടോടാ. ആ നീയാടാ യഥാർത്ഥ ജനസേവകൻ, രാഷ്ട്രീയക്കാരൻ. ഇങ്ങനെ ഒരു 10 രാഷ്ട്രീയക്കാർ തീരുമാനിച്ചോണ്ടല്ലോ നാട് നന്നായി. ഞാൻ അങ്ങനെ ഒരാളെ ഞാൻ കണ്ടുപിടിക്കാം. ഒരാൾ വേണ്ട, അങ്ങനെ ഒരു പുണ്യം കിട്ടുന്ന ഒരു 10 വികലാംഗരെ വിളിച്ചോ, 10 വീൽ ചെയർ കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം കൂടുതൽ മേടിച്ചോ, ആവശ്യം വരും. കനകനെ കാലിൽ 2 തല്ലി ഓടിക്കും നിങ്ങളുടെ, നോക്കിക്കോ. പിന്നെ എന്റെ കനകനാരാ? എന്റെ അമ്മാവ ഈ മനുഷ്യന്റെ ഈ വർത്താനം കേട്ടിട്ടാണ് തുള്ളാൻ നിൽക്കണമെങ്കിൽ അമ്മാവ തുള്ളിക്കൊണ്ട് നിക്കലേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു നല്ല കാര്യം ചെയ്യാൻ സമ്മതിക്കരുത് അമ്മാവൻ. എന്താ നല്ല കാര്യത്തിനകത്ത് ഞങ്ങളുടെ അമ്മാവനെ കൊണ്ടത് കുഴി ചാടിക്കാനോ? ജബലടി കുഴിയച്ചാടിക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീക്ക് ഒരു ജീവിതം കൊടുക്കുന്നതാണ്. ഏത് പാവപ്പെട്ട സ്ത്രീ? അവർക്ക് പാവപ്പെട്ടൊന്നുമല്ല, അവർ നല്ല ആസ്തിയുള്ളവർ തന്നെയാ. ആയിക്കോട്ടെ, അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്താ പേടി? പിന്നെന്താണ്, ഒരു 10 വികലാംഗർക്ക് വീൽ ചെയർ കൊടുക്കണതാണോ തെറ്റ്? അതാണോ തെറ്റ്? എന്ത് കെട്ടിക്കാറായ മക്കളുള്ള പെണ്ണുമ്പിള്ളനെ പോയി കെട്ടാൻ പോണ്. എടി, അപ്പൊ പിന്നെ ഞാൻ എന്താ ചെറുപ്പ? എനിക്ക് അങ്ങനത്തെ ഒരു പെണ്ണിനല്ലേ കിട്ടുള്ളൂ. എന്റെ അമ്മാവൻ ഇപ്പൊ കല്യാണം കഴിക്കാത്തപ്പോ തോന്നുന്നു ഇതാണ്ട് ഭയങ്കര സംഭവമാണ് കല്യാണം, പ്രശ്നമാണ് മൊത്തം. അതെല്ലാവരും പറയും. കാരണേ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കും. മറ്റുള്ളവരെ കണ്ടാ പറയും ഞാൻ കെട്ടിയതിൽ പറഞ്ഞു പോയല്ലോന്ന്. അങ്ങനെ വേണ്ട, ഞാനും ആ സുഖമൊക്കെ അനുഭവിച്ച് ചാവാൻ തന്നെ തീരുമാനിച്ചു. ഇതിനകത്ത് വീണ ഒരാളുടെ വിഷമമായിട്ട് പറഞ്ഞതാ ഞാൻ. അയ്യോ, നീ സ്വയമായിട്ട് എടുത്ത എല്ലാ പെണ്ണുങ്ങളും നിന്നെ പോലെ അല്ല കേട്ടോ, അതുകൂടെ നീ മനസ്സിലാക്ക്. എന്താ നിങ്ങൾ ഇവിടെ നിന്ന് തലകുത്തി മറിഞ്ഞാലും ഞാനും കനകനും ജമന്തി സമ്മതിക്കൂല, അമ്മ തീരെ സമ്മതിക്കൂല. എനിക്ക് നിങ്ങളുടെ ആരുടെയും സമ്മതം വേണ്ട. എനിക്ക് എന്റെ ക്ലീറ്റോമോന്റെ സമ്മതം മതി. ഞാൻ ആ കൊച്ചിനെ കല്യാണം കഴിച്ചിരിക്കും, ഇത് സത്യം. കൊച്ചല്ല, തള്ള. നിനക്ക് തള്ള, എനിക്ക് കൊച്ച. കാണാം, നടക്കണമെന്ന് കാണണം കേട്ടോ. അവരൊക്കെ നടക്കും, ആരുടെ കാലിനും ഒരു കുഴപ്പമില്ല കേട്ടാ. അതെ, അവളങ്ങനെ വളവളാന്നൊക്കെ പറയും. അവൾക്ക് അമ്മാവനെ വേണമെങ്കിൽ അമ്മാവന്റെ ഇഷ്ടം പോലെ ജീവിക്കുമ്പോ താല്പര്യം ഉണ്ടെങ്കിൽ വന്നാ മതി. അല്ലാണ്ട് അമ്മാവന് താല്പര്യമില്ലാത്ത ആരും അങ്ങോട്ട് വരണ്ട. നീ എന്താ ചെയ്യേണ്ടത് അത് പറ. നമുക്ക് ആദ്യം ബുധനാഴ്ച നമുക്ക് റേഷ് വയ്ക്കാം, കല്യാണം വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ നമുക്ക് പാവങ്ങൾക്കുള്ള വീൽ ചെയർ വിതരണം അങ്ങ് നടത്താം. അതെന്തിനാ? വീൽ ചെയറൊക്കെ വിതരണം ചെയ്താൽ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ആ നമ്മൾ പാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പാവങ്ങൾക്കുള്ള അത് കൊടുത്തു കഴിഞ്ഞാലേ. അല്ല, അത് നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ അത് കല്യാണത്തിന്റെ മുമ്പ് വേണ്ട. റൈസ് കഴിഞ്ഞിട്ട് ഞാനും എന്റെ ഭാര്യയും കൂടിയിട്ട് ഈ പാവത്തിന് വീൽ ചെയർ കൊടുക്കും. അല്ല മാവ, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു 9 വീൽ ചെയർ കല്യാണം കഴിഞ്ഞിട്ട് കൊടുക്കാം. ഒരു വീൽ ചെയർ ആദ്യം കൊടുക്കാം. എന്തിനാ 2 ചെലവ്? എല്ലാം കല്യാണം കഴിഞ്ഞ് ആ വേദിയിൽ വെച്ചിട്ട് നമ്മൾ 10 പേർക്കും വീൽ ചെയറാ കൊടുക്കും. അതങ്ങനെ പറ്റുള്ളൂ, അല്ല പറ്റില്ല. അല്ല മാവ, ഒരു വീൽ ചെയർ നമുക്ക് ആദ്യം കൊടുക്കണം. കാരണം വെച്ചാൽ എന്തെങ്കിലും പാവങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് മാറി കിട്ടുവേ. അങ്ങനെ ഞാൻ വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ തന്നെ ഞാനൊരു പുണ്യാണ് ചെയ്യാൻ പോണം. ഇതിങ്ങനെ തീരുമാനിച്ചാ മതി. മാമൻ പറയണാണ്ട് കേട്ടാ മതി. ആദ്യം റൈസ് മാരേജ്, അത് കഴിഞ്ഞാൽ വീൽ ചെയർ വിതരണം. എന്താ? അങ്ങനെ ചെയ്യാം. അപ്പൊ ബുധനാഴ്ച നമുക്ക് കഴിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ചൊവ്വാഴ്ച രജിസ്ട്രേഷൻ, ബുധനാഴ്ച രജിസ്ട്രേഷൻ. അതായത് അമ്മാവൻ, ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണ്? അമ്മാവന്റെ സ്വത്താണല്ലോ ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഇവർക്കൊക്കെ ഇവൾക്കും കനകനൊക്കെ സ്വത്ത്. ആ സ്വത്ത് ഞാൻ കൊണ്ടൊന്ന് പുഴുങ്ങി തിന്നാൻ പോകും. ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം കേട്ടോ. നിനക്ക് വല്ല ജോലി ഉണ്ടെങ്കിൽ നോക്ക് പോ. അമ്മാവ, ചൊവ്വാഴ്ച നമ്മൾ പോയി അമ്മാവൻ്റെ സ്വത്ത് വകകളൊക്കെ നമ്മളിങ്ങനെ എൻ്റെ പേരിലോ തക്കളിയുടെയോ തങ്കത്തിൻ്റെ പേരിലോ രജിസ്റ്റർ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ ബുധനാഴ്ച രജിസ്റ്റർ മാരേജ് ചെയ്യുന്നു. ഇപ്പം പ്രശ്നം എന്താണ് ഇവിടെ? അമ്മാവൻ്റെ സ്വത്ത് മറ്റവരെ തട്ടിയെടുക്കൂ എന്നുള്ളതാണല്ലോ കനകൻ്റെ സംശയം. ദാണ്ട് എവളുടെ സംശയമൊക്കെ. ഇതിൽ നിന്ന് നമുക്കൊരു സംഭവങ്ങൾ മനസ്സിലാക്കാം. അമ്മാവൻ സ്വത്തൊക്കെ എഴുതി നമുക്ക് തന്നു കഴിയുമ്പോൾ അമ്മാവനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെണ്ണ് അമ്മാവന് വേണോ വേണ്ടോ ഉപേക്ഷിക്കില്ലോ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ. അമ്മാവനെയാണ് അവർക്ക് വേണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ കല്യാണം നടക്കും. പക്ഷേ അവർ സ്വത്താണ് നോക്കണമെങ്കിൽ അതിനിവിടെ എതിർ നിൽക്കുകയും ചെയ്യും. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കനകനുമൊക്കെ ഇതായി കഴിയുമ്പോൾ അവനും വരും കല്യാണത്തിൽ പങ്കെടുക്കാം. അതുകൊണ്ട് ഇവളുമൊക്കെ വരും. ഇവിടെ അവരുടെയൊക്കെ പ്രശ്നം ഇപ്പോൾ സ്വത്ത് അന്യാധീനപ്പെട്ട് പോകും എന്നുള്ളതാണ്. പുറത്തെവിടെയെങ്കിലും പോയി നിൽക്കരുത്, തല ആരെങ്കിലും എടുത്തിട്ട് പോകും. നടക്കൂല. ഞങ്ങൾ രണ്ടും ജീവൻ നടക്കൂല. എവിടെ പോണ്? പാട്ടി
പട്ടി ചെറ്റേ, നീ എന്താണ് പറഞ്ഞ്? നീ എന്താണ് പറഞ്ഞ്? നിന്റെയും തക്കളുടെയും തങ്കത്തിന്റെയും പേരിൽ സ്വത്ത് എഴുതി വെച്ച കല്യാണം നടത്തി തരാന്നില്ലേ? അത് കല്യാണം നടക്കാൻ വേണ്ടിട്ട് അപ്പൊ അനക്കിന്റെ സ്വത്താണ് വേണ്ടത്. നീ കനകളും നമ്മൾ എന്താണ് വ്യത്യാസം? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞു. ഓ, അവനെ വീൽ ചെയർ പിന്നെ സ്വത്ത് എന്താ നിങ്ങൾക്ക് പറഞ്ഞ അതിനനുസരിച്ച് തുള്ളണ ആളാ ഞാൻ കരുതി. നീ വരണ്ടടാ, നിങ്ങൾ ആരും വരണ്ട. ആരും വന്നില്ലെങ്കിൽ അലക്കേഷൻ വേണം കല്യാണം നടത്താൻ പറ്റും. സ്നേഹിച്ചു പോയി നിങ്ങളൊക്കെ, അതാ ഞാൻ ചെയ്തത് തെറ്റ്. ഞാൻ നല്ല പണി നോക്കി പോടാണ്. ഇയാള് ഒരു കാലത്ത് പെണ്ണ് കിട്ടൂല, ഈ ജന്മത്തിൽ അടുത്ത ജന്മത്തിൽ പെണ്ണ് കിട്ടൂല. വേണ്ടത് ഞാൻ പോവാണ്. പോണെങ്കിൽ പോട്ടടി. ആ, നീ അത് പറയടാ. ഇങ്ങോട്ട് തന്നെ. ഇല്ലെന്ന് പറഞ്ഞില്ലേ, ഞാൻ പോവാൻ തീരുമാനിച്ചത്. മാമൻ ഈ പൂച്ച ഇല്ല മാറുന്ന മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയം തൂക്കിക്കൊണ്ട് എങ്ങോട്ടാ നിങ്ങള്? ഇപ്പഴല്ലേ ഓരോരുത്തർക്കും അടുത്ത് വരുമ്പോഴല്ലേ തനിനിറ അറിയണത്. ഇവിടെ ആരാ ഇപ്പൊ തെറ്റ് പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞതൊക്കെ തെറ്റാ. അതെങ്ങനെ തെറ്റാവും? ഇവൻ എന്തിനാ എന്നെ സഹായിക്കാൻ പറഞ്ഞു? ഇവൻ എന്റെ സ്വത്ത് കണ്ടിട്ടല്ലേ ഈ പറഞ്ഞത്? അപ്പൊ അവിടെ ഉള്ള ഒരു സ്വത്ത് കണ്ടിട്ടല്ലെന്നാണ് നമ്മൾ പറയണേ. എല്ലാവരും സ്വത്ത് കണ്ടിട്ടാണ്, അല്ലാണ്ട് എന്നെ സ്നേഹിക്കുന്നവർ ആരും ഇല്ല ഇവിടെ. പിന്നെ സ്നേഹമുള്ള ആളുകളെടുത്ത് ചെന്നാ മതി, ഇപ്പൊ കാണാം. ഒന്ന് പോടാന്ന്. നീണ്ടല്ലോ ചെന്നായാണ്, ചെന്നായ ആട്ടും തോലാണിഞ്ഞ ചെന്നായ. നിന്റെ ശരീരത്തിൽ ഓടുന്നത് കറുത്ത ചോരയാണ്, കറുത്ത ചോര. വിശ്വസിക്കാൻ പറ്റില്ല അന്നൊന്നും. ആ, ഇവിടെ മുഴുവനും ചെന്നായിക്കളാ. പോടാന്ന് കനക. ഇവൻ എന്താ അറിയാ എന്നെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്ന് എന്നെ കല്യാണം കഴിപ്പിക്കാന്ന് പറഞ്ഞത്? ഇവന് ചില ആവശ്യങ്ങളുണ്ട്, അത് നടത്താനേ. അഴകേസിന് കിട്ടും അതിന്. ഞാൻ ചൂലെടുത്തോണ്ടി. ചായ എടുത്തടി. ചെല്ലേ ചെല്ലേ. ഞാനാടാ തെറ്റുകാരൻ, നീ വരുത്തനാ, നീ വന്നോനാ. വന്നു കയറുക. 10 അമ്മ ചമഞ്ഞാലും പറ്റമ്മ ആവില്ലടാ. എനിക്ക് എന്റെ ചോരയില് പറഞ്ഞ കുട്ടികളുണ്ട് അവിടെ. എത്രയൊക്കെ അവര് എതിര് പറഞ്ഞാലും അവസാനം അമ്മാമന്റെ കാര്യങ്ങളാണ് നടത്തി തരും അവര്. കൊണ്ടുപോകണേ ഇവിടെ അടിച്ച് വൃത്തിയാക്കണം. അങ്ങനെ നിന്നോടല്ലേ ചായ എടുക്കാൻ പറഞ്ഞ? വരാം. വൃത്തിയാക്കണം. അതെ, അവിടെ പെയിന്റ് കൂടി അടിക്കണം. അഭിപ്രായം ചോദിച്ചില്ലല്ലോ, എന്നോട് അഭിപ്രായം ചോദിച്ചാ? ഇല്ലേ പറഞ്ഞത്, സമയാസമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, അല്ലാതെ തോന്നുന്ന നേരത്തെ ഇതൊക്കെ ചെയ്താൽ ഒരുപാട് പൊടി കാണും. ഇതിനകത്ത് അപ്പടിയും പുഴുക്കത്താണല്ലോടാ കനക. ആ, ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, അല്ലാതെ എല്ലാം ഒരുമിച്ചാൽ നിൽക്കരുത്. ഇത് എടുത്ത് മാറ്റായിരുന്നല്ലോ എന്നാ. ആ, നീയേ റേഷന്റെ പോകണോ? ആ, പോണ്ട്. ഇത് മണ്ണെണ്ണ മേടിക്കണേ. ആ, അന്നേരം റേഷൻ കാർഡ് തന്നാ മതി. തരാം തരാം. തങ്കം, മാമൻ പോട്ടെ. ജമന്തി, മാമൻ പോവാട്ടാ. എന്താളിയാ? അല്ല അതല്ല അളിയാ, അല്ല അതല്ല അളിയാ, കുട്ടികൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ആർക്കായാലും വിഷമം വരില്ല, അതുകൊണ്ട്. അതെ, ഇല്ലില്ല. അല്ല അതൊക്കെയറിയാലോ, അവര് പറഞ്ഞ എന്തിനാ ഞാൻ പോട്. അത് ശരി, അത് അളിയൻ പറഞ്ഞാ ശരി. അളിയൻ അതിർത്തിയിലൊക്കെ കിടന്ന് കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്തിട്ടുണ്ടാക്കിയ സ്വത്താണല്ലോ. അതെ, അത് ഇവർക്ക് എന്താ ചോദിക്കേണ്ട അവകാശല്ലേ? അല്ല അതല്ല, എന്നാലും ഒരു എനിക്കൊരു വിഷമമില്ല. ഞാൻ ഇപ്പൊ എന്താ ചെയ്യണ്ട അളിയ? അല്ല അളിയൻ പറഞ്ഞ ഞാൻ അത് ചെയ്യും. ഇല്ല ഞാൻ പോണില്ല, ഞാൻ കുട്ടികളുടെ കൂടെ ഉണ്ടാവും. മാച്ച് അങ്ങനെ മുറിച്ചാ മുറിയണ ബന്ധമൊന്നുമല്ലല്ലോ നമ്മൾ തമ്മിലെ. Alien versus Alien.